ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ധർമ്മത്തിനും അധർമ്മത്തിനും ഒരേപോലെ അവസരങ്ങൾ ലഭിക്കാറുണ്ട്. കാലം ധർമ്മത്തിനു വേണ്ടിയും അധർമ്മത്തിനു വേണ്ടിയും തികച്ചും നിഷ്പക്ഷമായ അവസരങ്ങൾ നൽകുക തന്നെ ചെയ്യുന്നുണ്ട്. ഈ കാരണത്താൽ കാലത്തിൽ പല സമയങ്ങളിലും ധർമ്മത്തിന് ആധിക്യമുണ്ടാവുകയും അതുപോലെ തന്നെ അധർമ്മത്തിന് ആധിക്യമുണ്ടാവുകയും ചെയ്യുന്നുമുണ്ട്. ധർമ്മികൾ ധർമ്മികളുടെ പ്രവൃത്തികൾ ചെയ്യുന്നത് പോലെ അധർമ്മികൾ അവരുടെ പ്രവൃത്തികളും ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ധർമ്മികൾക്കും അധർമ്മികൾക്കും തമ്മിൽ ഒരു വ്യത്യാസം കാണപ്പെടാറുണ്ട്. അതെന്താണെന്നറിയുമോ? ധർമ്മം കൊണ്ടു നടക്കുന്നവർ എപ്പോഴും അധർമ്മികളെക്കുറിച്ച് ചിന്തിച്ച് വ്യസനിക്കുകയും വ്യാകുലപ്പെടുകയും അവരെ തോൽപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുവാനോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അധർമ്മം കൈമുതലായിട്ടുള്ളവരാകട്ടെ, അവർ ഒരിക്കലും ധർമ്മപക്ഷത്തുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് യാതൊരു തരത്തിലും തൻ്റെ സമയം പാഴാക്കുന്നേയില്ല. അവർ അവരുടെ അധാർമികമായ പ്രവൃത്തികളിൽ മുഴുകുവാനാണ് അവരുടെ സമയം മുഴുവൻ ഉപയോഗിക്കുന്നത്. ഈ കാരണത്താൽ അധർമ്മികൾ അവരുടെ കാര്യത്തിൽ വേഗം സഫലത പ്രാപ്തമാക്കുകയും എന്നാൽ ധർമ്മം കൈമുതലായിട്ടുള്ളവർക്ക് പലപ്പോഴും അവരുടെ പ്രയത്നങ്ങൾ വിഫലമാകുന്നത് അനുഭവിക്കേണ്ടതായും വരും. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ധർമ്മം കൈമുതലായിട്ടുള്ളവർ കൂടുതൽ സമയവും പരചിന്തനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ മനസ്സിൽ മുഴുവനും അധർമ്മികളെക്കുറിച്ചിട്ടുള്ള ചിന്തകളാണ്. എന്നാൽ അധർമ്മം കൈമുതലായിട്ടുള്ളവർ ധർമ്മികളെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അവർ അവരുടെ പ്രവൃത്തികളിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അധർമ്മം ഈ ലോകത്തിൽ വേഗം വ്യാപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ധർമ്മപക്ഷത്തുള്ളവരെന്താണ് ചെയ്യേണ്ടത്? ചിന്തനം ചെയ്തു നോക്കൂ. ധർമ്മപക്ഷത്തിലുള്ളവർ അധർമ്മത്തെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് സമയം പാഴാക്കാതെ ഇരിക്കുക. തങ്ങളുടെ ധർമ്മത്തെ എത്രയധികം അഭ്യസിക്കാമോ അത്രയധികം അഭ്യസിക്കുക. എത്രയധികം വ്യാപിപ്പിക്കുവാൻ സാധിക്കുമോ അത്രയധികം വ്യാപിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ അധർമ്മത്തിനും ധർമ്മത്തിനും ഈ ലോകത്തിൽ തുല്യമായ ശക്തി ഉണ്ടാവുകയുള്ളൂ. തുല്യമായ ശക്തി ഉണ്ടെങ്കിലല്ലേ അവിടെ ഒരു മത്സരമോ വിജയമോ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ധർമ്മം അധർമ്മത്തിൻ്റെ അടിമയായി തന്നെ തുടരേണ്ടി വരില്ലേ? അത് കാരണത്താൽ ആർക്കാണോ താൻ ധർമ്മപക്ഷത്താണെന്ന തോന്നലുള്ളത് അവർ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് അവർ അധർമ്മത്തെക്കുറിച്ചോ അധർമ്മികളെക്കുറിച്ചോ ചിന്തിച്ചും പദ്ധതികൾ മെനഞ്ഞും സമയം പാഴാക്കാതെ ഇരിക്കുക. ധർമ്മപക്ഷത്തുള്ളവർ ധർമ്മത്തിൽ മുഴുകുവാനും ധർമ്മം വ്യാപിപ്പിക്കുവാനും മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ധർമാധർമ്മങ്ങളുടെ സന്തുലനം എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ചിന്തനം ചെയ്തു നോക്കൂ.